നമസ്കാരം. ഡിസംബർ ആദ്യവാരം തന്നെ കുറച്ചു നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് സ്വപ്നതുല്യമായ നേട്ടങ്ങളാണ്. വർഷാവസാനത്തിൽ ലഭിക്കുന്ന ഈ മഹാഭാഗ്യം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന കാര്യം തീർച്ച. അതായത് ഡിസംബർ 7-ന് ധനുരാശിയിലേക്ക് ചൊവ്വ രാശിമാറ്റം നടത്തും. ഡിസംബർ 5-ന് വ്യാഴം മിഥുന രാശിയിലേക്കും പ്രവേശിക്കും. ഇങ്ങനെ വ്യാഴവും ചൊവ്വയും അതിൻ്റെ രാശിമാറ്റം നടത്തുന്നത് വഴി സമസപ്തക യോഗം രൂപപ്പെടും. ഈ സമസപ്തക യോഗം ചില നക്ഷത്രക്കാരുടെ തലവര തന്നെ മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. ഈ ഒരു യോഗം നിങ്ങളിൽ സൃഷ്ടിക്കുന്ന ഏറ്റവും പ്രധാന മാറ്റമെന്ന് പറയുന്നത് ധൈര്യം, ശക്തി, അതുപോലെ തന്നെ നല്ലത് തിരിച്ചറിയാനുള്ള കഴിവ് എന്നിവ നൽകും. പക്ഷേ നിലവിലുള്ള നിങ്ങളുടെ സാഹചര്യം നോക്കുമ്പോൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, പക്ഷേ നടക്കുന്നത് തികച്ചും അതിന് വിപരീതമായിരുന്നു. നഷ്ടങ്ങളും കഷ്ടപ്പാടുകളും തകർച്ചയും മാത്രം. എന്നാൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സാഹചര്യത്തെ പൂർണ്ണമായി തിരുത്തി കുറിക്കാൻ ഡിസംബറിൽ നടക്കാൻ പോകുന്ന വ്യാഴം, ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിലൂടെ രൂപം കൊള്ളുന്ന സമസപ്തക യോഗത്തിന് സാധിക്കുമെന്നുള്ളതാണ് അച്ചട്ടായിട്ടുള്ള കാര്യം. ഈ ഒരു ഭാഗ്യം പൂർണ്ണമായി കുറച്ച് നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരും. സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ആ ഭാഗ്യ നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങൾ വന്നു ചേരുമെന്നും വിശദമായി നോക്കാം. നമുക്കിന്നത്തെ അധ്യായത്തിലേക്ക് കടക്കാം. ആദ്യമായി മിഥുനൻ രാശി. മകയിരം, തിരുവാതിര, പുണർദം. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് ഡിസംബർ മാസം ആദ്യവാരം തന്നെ രൂപം കൊള്ളുന്ന സമസപ്തക യോഗം നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു ഊർജവും ഉണർവും ഒക്കെ നൽകുന്നതാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹിച്ച ഫലം നിങ്ങളെ തേടിയെത്തും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശുഭകരമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകുമെന്ന കാര്യം തീർച്ച. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കും. ശമ്പള വർധനവോടെയുള്ള സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യത കാണുന്നു. തൊഴിൽ മേഖലയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടിയെത്തും. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ വേണ്ട രീതിയിൽ ഭംഗിയായി പൂർത്തിയാക്കാനും അത് മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും പ്രശംസയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതിനും വഴിയൊരുക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ബിസിനസ് വിപുലീകരിക്കാനും പുതിയ പാർട്ട്ണർഷിപ്പ് പരമായിട്ടുള്ള ബിസിനസ്സുകളിൽ ഏർപ്പെടാനും അതുമൂലം നല്ല രീതിയിലുള്ള ലാഭം വന്നു ചേരാനും സാധ്യത കാണുന്നു. സ്വന്തം തീരുമാനങ്ങളൊക്കെ ധൈര്യപൂർവ്വം നടപ്പിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തമാവുകയും വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കുകയും ചെയ്യും. അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. ചെലവുകൾ എത്രയാണെങ്കിലും അതിനെ മറികടക്കുന്ന ലാഭം നേടാൻ നിങ്ങൾക്ക് കഴിയും. സാമ്പത്തിക കാര്യങ്ങൾ ലാഭകരമായി മാറുന്നതിനാൽ കടബാധ്യതകൾ തീർക്കുവാനും ഭാവിയിലേക്കുള്ള സാമ്പത്തിക നിക്ഷേപങ്ങൾ, അതായത് ഒരു സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. നിലവിലുള്ള വരുമാന മാർഗങ്ങൾക്ക് പുറമെ പുതിയ രീതിയിലുള്ള വരുമാന സ്രോതസ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് തുറക്കപ്പെടും. ശാരീരികമായ ഊർജ്ജസ്വലതയും വർദ്ധിക്കും. അതായത് ശാരീരികപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല ഊർജ്ജസ്വലതയോടുകൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ആരോഗ്യകരമായി മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കും. നിലവിൽ രോഗാവസ്ഥയിൽ ഉള്ളവർക്ക് കാര്യമായ ആശ്വാസം ലഭിക്കും. നിങ്ങളുടെ രോഗബുദ്ധിമുട്ടുകളൊക്കെ മാറി ജീവിതം തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നർത്ഥം. മാനസിക പിരിമുറുക്കങ്ങൾ കുറഞ്ഞ് കൂടുതൽ സമാധാനപരമായ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിക്കുന്നത് ദീർഘകാല ലക്ഷ്യങ്ങൾ നേടുന്നതിന് നിങ്ങൾക്ക് സഹായകരമാകും. അതായത് ഇപ്പോൾ എന്തെങ്കിലും മാനസിക തകർച്ചകളോ മാനസിക പ്രയാസങ്ങളോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുമാറുമെന്നർത്ഥം. കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടുമുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയും നല്ല രീതിയിൽ ഒരു കുടുംബജീവിതം നയിച്ചു കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കും. മൊത്തത്തിൽ ഈ ഒരു സമസപ്തക യോഗം ഭാവിയിൽ വലിയ തോതിലുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യം നിറഞ്ഞൊരു സമയത്തിൻ്റെ തുടക്കത്തെ സൂചിപ്പിക്കുന്നു. അടുത്തത് കർക്കിടകൻ രാശിയാണ്. പുണർദം, പൂയം, ആയില്യം എന്നീ 3 നക്ഷത്രക്കാർക്ക് ഡിസംബർ ആദ്യവാരം തന്നെ രൂപം കൊള്ളുന്ന സമസപ്തക യോഗം അത്യധികം ഭാഗ്യകരമായ ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കം കുറിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ പരിശ്രമങ്ങൾക്കെല്ലാം ഇരട്ടി ഫലം ലഭിക്കുകയും ജീവിതത്തിൽ സ്ഥിരതയും ഉന്നതിയും കൈവരിക്കാനും സാധിക്കും. തൊഴിലിൻ്റെ കാര്യത്തിൽ കർക്കിടകൻ രാശിക്കാർക്ക് മികച്ച നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിരവധി ലാഭകരമായ അവസരങ്ങൾ വന്നുചേരും.
ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുവാനും നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കുവാനും സാധിക്കും. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ ബിസിനസ് ഓഫറുകൾ വന്നു ചേരാനും നിലവിലത്തെ ബിസിനസ് വിപുലപ്പെടുത്താനും സാധിക്കുന്നതാണ്. ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ നിലവിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കുകയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കുകയും ചെയ്യും. സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് പിന്തുണ നൽകും. നിങ്ങളുടെ കഠിനാധ്വാനത്തിനും അർപ്പണബോധവും അംഗീകരിക്കപ്പെടും. പൊതുരംഗത്തും തൊഴിലിടങ്ങളിലും പ്രശസ്തിയും അംഗീകാരവും നിങ്ങളെ തേടിയെത്തും. അത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ പുരോഗതി കൈവരിക്കുന്നതിനും സഹായകമാകും. സാമ്പത്തിക കാര്യങ്ങളിൽ വലിയൊരു ഉണർവും വളർച്ചയും നിങ്ങൾക്ക് ഈ ഒരു സമയമുണ്ടാകും. കൂടാതെ നിങ്ങളുടെ നിലവിലത്തെ സാമ്പത്തിക സ്ഥിതി വളരുകയും മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും സാധിക്കും. ശമ്പള വർധനവ്, നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം, അപ്രതീക്ഷിത ധനലാഭം എന്നിവ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ സാധിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു യോഗഫലമായി വന്നുചേരും. കർക്കിടകൻ രാശിക്കാർക്ക് ഈ സമയത്ത് നേതൃത്വപരമായ കഴിവുകൾ വർദ്ധിക്കുകയും ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സാധിക്കും. പല കാര്യങ്ങളിലും നേതൃത്വസ്ഥാനം ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ആ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിങ്ങളുടെ അധികാരവും സ്വാധീനവും മറ്റുള്ളവർക്ക് ബോധ്യമാവുകയും നിങ്ങളുടെ ഓരോ വാക്കുകൾക്കും മറ്റുള്ളവർ വില കൽപ്പിക്കുകയും ചെയ്യും. ഇത് നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് വളരെയധികം സഹായകരമാകും. ദീർഘകാലമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിപരമായതോ കുടുംബപരമായതോ അല്ലെങ്കിൽ ആരോഗ്യപരമായതോ ആയ പ്രശ്നങ്ങൾക്ക് ഈ സമയത്ത് ശാശ്വതമായ പരിഹാരം കാണുന്നതിന് സാധിക്കുന്നു. ഇത് നിങ്ങൾക്ക് വലിയ മാനസിക ആശ്വാസം നൽകും. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കർക്കിടകൻ രാശിക്കാർക്ക് ഐശ്വര്യത്തിൻ്റെയും വിജയത്തിൻ്റെയും ഒരു കാലഘട്ടമാണ് ഈ വരുന്ന ഡിസംബർ ആദ്യവാരം രൂപം കൊള്ളുന്ന സമസപ്തക യോഗം വഴി വന്നു ചേരുന്നത്. എന്തുകൊണ്ടും ഭാഗ്യമാണ്. ധൈര്യത്തോടെ മുന്നോട്ട് പൊക്കോളൂ. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു. അടുത്തത് തുലാം രാശിയാണ്. ചിത്തിര, ചോതി, വിശാഖം. തുലാം രാശിക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ തേടിയെത്തും. പലപ്പോഴും സുവർണ കാലഘട്ടത്തിന് തുടക്കം കുറിക്കുന്ന സമയമാണ് സമസപ്തക രാജയോഗം എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. അതിനാൽ തുലാം രാശിക്കാർക്ക് ഈ ഒരു സമസപ്തക രാജയോഗം വഴി വലിയ രീതിയിലുള്ള സ്വപ്ന തുല്യമായ നേട്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. സന്തോഷവും സമാധാനവും തേടിയെത്തും. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് പോകുന്നതിന് സാധിക്കുന്നു. യാത്ര ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ തേടിയെത്തും. പല കാര്യങ്ങളിലും ഗുണാനുഭവങ്ങൾ തേടിയെത്തുമെന്നുള്ള കാര്യം തീർച്ചയാണ്. നിലവിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിറഞ്ഞ സാഹചര്യങ്ങൾ മറികടക്കുന്നതിനുള്ള വഴി നിങ്ങൾക്ക് മുന്നിൽ തെളിയും. സാമ്പത്തിക പ്രയാസങ്ങൾ മാറിക്കിട്ടും. സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ സാധിക്കും. ബിസിനസ് മേഖലയിൽ ഏറെ നാളായി അനുഭവിച്ചിരുന്ന നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവത്തിൽ വരും. എന്തുകൊണ്ടും ഭാഗ്യമാണ്. ആരോഗ്യകരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. ഇത് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുന്ന സമയത്തിൻ്റെ തുടക്കത്തെ സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ടും ഭാഗ്യമാണ്, നേട്ടമാണ്.